Yo, what's up guys? Welcome to my welcome to my YouTube channel. Happy 2025 എല്ലാവർക്കും. Don't take New Year resolution കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റാത്തതാണെങ്കിൽ വെറുതെ എടുത്ത് അവസാനം ഞാൻ തുടക്കത്തിൽ ഇങ്ങനെ എടുത്തായിരുന്നു. ഒരു കോമഡി അല്ല ശരിക്കും. ദാറ്റ്സ് റിയലി സാഡ് ഇഫ് വി ആർ നോട്ട് ഡൂയിങ് വാട്ട് വി ആർ മെന്റ് ടു ഡു. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ അതൊരു എന്നാ പറയുക, ഒരു കോമഡി അല്ലല്ലോ. ഐ തിങ്ക് ഓരോ വർഷവും നമ്മൾ അങ്ങനെയാണ്. നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം ലൈഫിൽ കൊണ്ടുവന്നില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ജസ്റ്റ് എ വേസ്റ്റ് ഓഫ് ടൈം. നമ്മുടെ ലൈഫിൽ വന്ന ഓരോ ലെസണും നമ്മുടെ ലൈഫിൽ അത് ഏറ്റെടുക്കാൻ ശ്രമിക്കുക. ഫോളോ ദ പാത്ത്. കാരണം കഴിഞ്ഞ വർഷം അറിയത്തില്ലായിരുന്നല്ല, പറഞ്ഞിട്ടും ചെയ്യാതിരുന്നു പല കാര്യങ്ങൾ. അപ്പം ഞാൻ ഈ വർഷം പഠിച്ച ഒരു കാര്യം, കാരണം ബൈബിളിൽ പറയുന്നുണ്ട്, Proverbs 26:11. It says, as a dog returns to its vomit, so a fool repeats its folly. Folly എന്ന് വെച്ചാൽ ഒരു ജസ്റ്റ് ഫെയിലിംഗ് അല്ല, ഇറ്റ്സ് ജസ്റ്റ് എ സ്പിരിച്വൽ ഫെയിലിംഗ്. നോട്ട് ജസ്റ്റ് എ ഫൂളിഷ് ആക്ഷൻ, ഇറ്റ്സ് ഓൾസോ മീൻസ് എ സ്പിരിച്വൽ ഫെയിലിംഗ്. വന്ന തെറ്റ് തന്നെ നമ്മൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുക. കഴിഞ്ഞ വർഷം ചെയ്യാതിരുന്ന കാര്യം, ചെയ്യേണ്ട കാര്യം ചെയ്യാതിരുന്നു. ഈ വർഷം എനിക്കത് ചെയ്യാതെ വേണം ഇരിക്കാൻ. ഈ വർഷം എനിക്ക് അങ്ങനെ തന്നെ വേണം പോകാൻ. ലൈഫിലൊന്നും വരാൻ പോകുന്നില്ല. പക്ഷേ ഈ പ്രാവശ്യം ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്താൽ പറ്റും. ഐ നോട്ട് ഫോളോയിങ് മൈ ഫീലിംഗ്. കാരണം ഇത് പോകാൻ തോന്നുന്നു, ഇത് ചെയ്യാൻ തോന്നുന്നില്ല. ഐ തിങ്ക് ആ ഒരു മെൻറ്റാലിറ്റി നമ്മൾ എല്ലാവരും കളയേണ്ടതാണ്. ആ ഒരു മെൻറ്റാലിറ്റിയാണ് നമ്മളെ താഴ്ത്തുന്നത്. ആ ഒരു മെൻറ്റാലിറ്റിയാണ് നമ്മളെ തകർക്കുന്നത്. ഇങ്ങനെ ചിലപ്പോൾ പോകാതിരുന്നത് നമ്മളെ ലൈഫിലൊന്നും വരത്തില്ലായിരിക്കും. നമ്മളിപ്പോൾ നമ്മൾ ഓർക്കും, പിന്നെ അത് ഫ്യൂച്ചറിൽ നമ്മൾ വീണ്ടും അത് ശീലമാകും. പോകാതെ ഇരിക്കും. നാളെ 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 നീളെ നീളെ നമ്മൾ വന്നു. ഞാൻ മടി പിടിച്ചിട്ടിരുന്നുള്ള സമയത്തൊക്കെ എനിക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട് ചെയ്യുന്നത് ശരിയല്ല എന്നുള്ളത്. സോ ഞാനത് ഇതിനെ വേണ്ടി ചെയ്ത് തെറ്റാണെന്ന് മനസ്സിലായ നമ്മൾ വീണ്ടും ചെയ്യുന്ന അതായിരിക്കും വലിയ മണ്ടത്തരല്ലേ. വി ഹാവ് ടു ഡു വാട്ട് വി ആർ മെന്റ് ടു ഡു. അത് വലിയൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് നമ്മളെല്ലാവരുടെയും ലൈഫിൽ. അല്ലെങ്കിൽ ഇറ്റ് വിൽ കോസ് എ ലോട്ട് ഓഫ് തിങ്സ് ദാറ്റ് നമ്മൾ അറിയാതെ നമ്മുടെ ജീവിതത്തിൽ അങ്ങ് വന്നു പോകും. പിന്നെ ഓരോ കാര്യമില്ല നമ്മളോർക്കും, പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത് നമ്മൾ ഓർക്കും. നമ്മൾ ഓർക്കത്തില്ല നമ്മൾ അങ്ങനെ ഇരുന്നതുകൊണ്ടാണെന്ന്. ബിക്കോസ് വി സ്ലാക്ക്. ഇത് എത്തിച്ചേരുന്ന എല്ലാവരും പ്ലീസ് ഡു ഇറ്റ്. ഡു വാട്ട് വി ആർ മെന്റ് ടു ഡു. അല്ലെങ്കിൽ we will suffer. We are the one who will suffer. We don't need to care about our feelings. Feelings drown us. Feelings pull us down. Feelings ൻ്റെ പുറത്ത് നമ്മളൊന്നും ചെയ്യരുത്. ദേഷ്യം, സങ്കടം, അതിൻ്റെ പുറത്ത് നമ്മളൊന്നും ചെയ്യരുത്. ഡോണ്ട് ആക്ട് ഓവർ ദോസ് ഫീലിങ്സ്. ആ ഒരു മെൻറ്റാലിറ്റി നമ്മളെ വലിച്ചു താഴെയിട്ടു. So in the end, I would like to say, this year will give us 12 new chapters. 12 new chapters, 365 new chances, 365 days, 365 opportunities. Let's make it count. Do the most. It's time to change. It's now or never. ഞങ്ങൾ 31st ഞങ്ങൾ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഞങ്ങൾക്ക് ഒരു വാക്യം തരും. ഞങ്ങൾ വാക്യത്തിൽ വായിക്കും for the year. നിങ്ങൾക്ക് കിട്ടിയ വാക്യം put down in the comment if you want to. And if you like this video, please do share this with everyone and let me know what I can do to make it more better. എനിക്ക് കിട്ടിയ വാക്യം ഇതാണ്. Psalms 147 verse 14. He makes peace in your border and fills you with the finest of the wheat. That's it for today. Hope you all enjoyed it. Hope you will make the changes that you are meant to change, and I hope this video will reach you and help you. If it does, please let it down below in the comment section. And as always, make the change. It's now or never. Stay fit, stay focused, pray to God. Thank you. Peace.